നമസ്കാരം, എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ നേരുന്നു. ഓണം എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഓണത്തിന്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഓണാഘോഷത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് പൂക്കളം. തിരുവോണ ദിവസം വരുന്ന മഹാബലിയെ സ്വീകരിക്കുന്നതിന് അത്തം ദിവസം മുതൽ ഒരുക്കങ്ങൾ ആരംഭിക്കും. മുറ്റത്ത് ചാണകം മെഴുകിയാണ് പൂക്കളം ഒരുക്കുന്നത്. ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു നിര പൂവ് മാത്രമേ പാടുള്ളൂ. ചുവന്ന പൂവിടാൻ പാടില്ല. രണ്ടാം ദിവസം 2 ഇനം പൂവുകൾ, മൂന്നാം ദിവസം 3 ഇനം പൂവുകൾ എന്നിങ്ങനെ ഓരോ ദിവസവും കളത്തിന്റെ വലിപ്പം കൂടി വരുന്നു. ചോതിനാളിൽ മാത്രമേ ചെമ്പരത്തി പൂവിന് സ്ഥാനമുള്ളൂ. ഉത്രാടം നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഒരുക്കുന്നത്. മൂലം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കേണ്ടത്. പുലിയുടെ വേഷം ധരിച്ചുള്ള കളിയാണ് പുലിക്കളി. ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ഇത് അരങ്ങേറുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഓണസദ്യ. വാഴയിലാണ് ഓണസദ്യ വിളമ്പാറുള്ളത്. കാലൻ, ഓലൻ, എരിശ്ശേരി എന്നിവയാണ് ഓണസദ്യയിൽ പ്രധാനം. ഓരോ ദേശത്തിനനുസരിച്ച് സദ്യവട്ടങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞുവല്ലോ. ഇതിൽ കൂടുതലായി എന്തെങ്കിലുമൊക്കെ ഒരുക്കങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ കമന്റ് വഴി ഞങ്ങളെ അറിയിക്കുക. ഓണം ആഘോഷിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എല്ലാവർക്കും ഒന്നുകൂടി നല്ലൊരു ഓണം ആശംസിക്കുന്നു.